അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവർ തന്നെയാണ് വിജയിച്ചവരെന്ന് കററബി ഇസ്മൽ ഇഷാറ തംബീഹൻ അലന്നത്തിസാബഹും അലാ അന്നിത്തിസാബഹും. ഈ വിശേഷണങ്ങളുണ്ട്. അലാ ഇന്നത്തിസാഫഹും. ഈ വിശേഷണം സിദ്ധിക്കുക എന്നുള്ളത് അവര് വിശേഷണം സിദ്ധിക്കുക എന്നുള്ളത് ഈ വിശേഷണങ്ങൾ കൊണ്ട് വിശേഷണം സിദ്ധിക്കുക എന്നുള്ളത് യഖ്തദിയെ തേടുന്നുണ്ട്. യഖ്തദി കുല്ലു വാഹിദത്തിൻ മിനൽ അസറത്തൈനി. യഖ്തദി തഖ്തദിനോ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എങ്ങനത്തെ വിശേഷണങ്ങൾ? ആ വിശേഷണങ്ങൾ തേടുന്നുണ്ട്. എന്തിനെ? കുല്ല വാഹിദത്തിൻ, എല്ലാ ഓരോന്നിനെയും, മിനൽ അസറത്തൈനി, രണ്ട് കാര്യങ്ങളിൽ നിന്നുള്ള എല്ലാ ഓരോന്നിനെയും തേടുന്നുണ്ട്. ഉലൈക ഒന്ന് മുഫ്ലിഹൂനെയും മറ്റൊന്നേതാ അലാ ഹുദൻ മിർ റബ്ബിഹിം എന്നത്. അത് രണ്ടാം സ്ഥലത്ത് ഏടാ അസറത്ത് മിന ഖസ്ലത്ത്. അസറത്ത് ബിഫത്തഹിൽ ലഫ്സി വസായി ഇസ്മുൻ ലിമാ യസ്തബിദ്ദു ബിഹിൽ മർഉ വയതഖദ്ദമു അലാ മൻ അദാഹു ഫതമയ്യസ എന്ന മനക്ക് വേർതിരിയൽ. പിന്നെ വഅന്ന കുല്ല മിന്നുമാ അലാന്ന വഅന്ന കുല്ല മിന്നുമാ എന്നുള്ള എല്ലാ ഓരോന്നും കാഫിലത് മതിയായതാണ്. ഫീ തമീസിഹിം, അവർ വേർതിരിയുന്നതിന് ബിഹാ വിശേഷണം കൊണ്ട് അവരെ തൊട്ടല്ല. വസഫൽ ആതിഫ വസത്ത വസ്തു ചെയ്തു അല്ല ആതിഫ ആതിഫിന്റെ അക്ഷരത്തിനെ ഉലൈക കല്ലന്നാമി ബൽഹും അദല്ലു ഉലൈക ഹുമുൽ ഗാഫിലൂൻ എന്നാണ് ഉള്ളത്. അവിടെ വാവില്ല. എവിടെയാ? ആയത്തിനകത്തെ ഉലൈക കല്ലന്നാമി ബൽഹും അദല്ലു ഉലൈക ഹും, അവിടെ വാവില്ല. ഇവിടെ എന്തൊരു വാവ്. അപ്പൊ അവിടെ പോലത്തെ ഇവിടെ ചെയ്തില്ല. ഇഖ്റ ബിസ്മി റബ്ബിക അവിടെ ബായന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? അലിബട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ അലിബട്ട് എഴുതിയിട്ടില്ലെന്ന ബാക്കിയുള്ള സ്ഥലത്ത് അലം യുക്തബിൽ അലിഫോന്ന് ഏതുപോലെ കമാ കുത്തിബ ഫീ ഇഖ്റ ബിസ്മി റബ്ബിക, അതേപോലെ ഇവിടെയും വാവനെ വസ്താക്കി. അത് രണ്ട് മഫ്ഹൂമാണ്. രണ്ട് മഫ്ഹൂമാണ് മുസ്ലിയാരെ. ലിഖ്തിലാഫി മഫ്ഹൂമിൽ ജുംലത്തൈനി ഹാഗുന ഗഗുന ഗഗുന. ഇവിടെയുള്ള രണ്ട് ജുംലകൾ എന്തുണ്ട്? ഇഖ്തിലാഫുണ്ട്. ഒന്ന് ഫലാഹാണ്, മറ്റൊന്ന് ഹിദായത്താണ്. മറ്റേ സ്ഥലത്തോ, ആദ്യം പറഞ്ഞ സ്ഥലത്തോ ഉലൈക ഹുമുൽ എന്താണ് ബൽഹും അദല്ല് ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അത് തന്നെയല്ലേ ദലാലിയത്ത്? അത് തന്നെയല്ലേ ഗഫലാന്? ഗഫലാണ് തന്നെയല്ലേ ദലാലിയത്ത് എന്ന് അല്ലതോ? നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ അംഗീകരിക്കുന്നൊന്നുമില്ല. വാചാടങ്ങള് ബിഖിലാഫി ഖൗലിഹി, അല്ലാഹുവിന്റെ ഖൗലിനെതിരുകൊണ്ട് ഉലൈക കല്ലന്നാം ബൽഹും അദല്ലു ഉലൈക ഹുമുൽ ഗാഫിലൂൻ. കാരണം ഫഇന്ന തസ്ജീല ബിൽ ഗഫലത്തി, അശ്രദ്ധയിൽ ആണ്ടുപൂണ്ടു പോവുക എന്നുള്ളത്, അശ്രദ്ധയിൽ അങ്ങ് കേന്ദ്രീകരിച്ച് അതിൽ തന്നെ സീലായിപ്പോയി. വെറും അശ്രദ്ധം തന്നെ. അവനെ പിന്നെ എന്തിനാണ് തസ്ബീഹാക്കേണ്ടത്? അതേ പ്രകാരം തന്നെ ഫഇന്ന തസ്ജീല ബിൽ ഗഫലത്തി വതസ്ബീഹ ബിൽ ബഹായിമി, ബഹായിമിനോട് സാദൃശ്യമാക്കലും രണ്ടും ഒരു ഷൈആണ്, ഷൈഉൻ വാഹിദനാണ്. അപ്പോൾ ബക്കാനത്തിൽ ജുംലത്തു സാനിയത്തു സാനിയ ജുംലയായി മുഖദ്ദിറത്തൻ ലിൽ ഊലാ, ഊലയെ തഖ്രീർ ചെയ്യുന്നതായി. ഊലയെ തഖ്രീർ ചെയ്യുമ്പോൾ ഫലാ തുനാസിബു അൽഅത്ഫാ, ആ ഒന്നാമത്തെ ജുംലയോട് അത്ഫുന്നില്ല, രണ്ടാമത്തെ ജുംല യോജിക്കുന്നില്ല. വഹും ഉലൈക ഹും എന്നുള്ളത് ഹുമ്മാകുന്നത്
ഫസുലുൻ ഫസലിന്റെ ദമീറാകുന്നു എന്ന്. വഹും ഫസുലെന്ന് പോയി വായിച്ചളല്ലേ? വഹും അവരാകുന്ന ഫസുലെന്ന് പോയി വായിക്കല്ല. ഹും എന്നതാകുന്നത് ഫസുൽ ഫസലിന്റെ ദമീറാകുന്നു. യഫ്സിലു അതിനെ വിട്ടുപിരിച്ചു. യഫ്സിലിൽ ഖബറാനി സിബത്തി സിബത്തിനെയും വിട്ട് ഖബറിനെ വിട്ടുപിരിച്ചതാണ്. ഉലൈക അക്കൂട്ടർ ഹും അവർ തന്നെയാണ് അൽ മുഫ്ലിഹൂൻ. വേണ്ട വയുഅക്കിദു നിസ്ബത നിസ്ബയെ തഅക്കീദുമാണ്. വയുഫീദു അത് ഫായിദ വരുത്തുന്നുണ്ട്. എന്തിനെ? ഇഖ്തിസാസുൽ മുസ്നദി മുസ്നദ് പ്രത്യേകമായി ബിൽ മുസ്നദി ഇലൈഹി കൊണ്ട് ഇഖ്തിസാദായി എന്നും എന്ത് ചെയ്യുന്നു? അത് ഫായിദ വരുത്തുന്നതുമാണ്. വഹും ഫസ്ലുൻ എന്ന് പറഞ്ഞു. വലം യഖുൽ ദമീറു ഫസ്ലിൻ لأنه اختلف به فقال بعض النحاة أنه اسم ملغى لا محل له من الإعراب فقال بعض البصريين إنه حرف ഏത് هم എന്നുള്ളത് لاستبعاد خلو الاسم عن الإعراب لفظا ومحلا. ഇങ്ങനെ അത് പറഞ്ഞു. നെഹവിന്റെ കുറെ കായകൾ ഈ പുസ്തകമായി ഭയങ്കര ദഹവിയാണ് എന്റെ ഈ ഷെയ്ഖുദാദ. ഒരുപാട് മസലകളെ നോക്കിയിരിക്കുന്ന നമ്മളിലെന്ത് എന്താണ് അലിയന്നോ ലമ്മാക്കാനൽ ഉറന്നു അൽ മുഹിമ്മ മിൻ ഇസ്ബാത്തി دفع التباس الخبر الذي بعده بالشبة فإنك إذا قلت زيد العالم فأولئك المفلحون എന്ന് പറയുകയാണ് എങ്കിൽ ജാസ യുതവഖമ സാമിഉ അന്നൽ ആമില അവൽ മുഫ്ലിഹൂന എന്നുള്ളത് സിഫത്തുൽ മുബ്തദിയാണ് തോന്നാം. എന്ന് പറയാതെ ഉലൈക കൂട്ടരാകുന്ന എങ്ങനത്തെ കൂട്ടർ? അൽ മുഫ്ലിഹൂന ആയ കൂട്ടർ. സയ്യിദുൻ അൽ-ആലിം എന്ന് പറയുമ്പോഴേ സയ്യിദുൻ സയ്യിദാകുന്നത് എങ്ങനത്തെ സയ്യിദ് അൽ-ആലിം തോന്നാൻ വരും. സയ്യിദുൻ ഹുവൽ ആലിം എന്ന് പറയുമ്പോഴോ സിഫത്തായിട്ട് തോന്നില്ല. തിരിഞ്ഞോ എന്നൊക്കെയാണ് മായനകളുണ്ട്. എന്തൊരു ഖബർ അപ്പൊ പിന്നെ ഖബറിനെ നോക്കി നടക്കും. മനസ്സിലായില്ലേ? അപ്പൊ ജീത്തബിൽ ഫസ്ലി യതഅയ്യന അന്നഹു ഖബറുൻ ലാ സിഫത്തുൻ ലഅന്ന ദമീറ ലാ യൂസഫു ദമീറാമ വിസർബിക്കപ്പെടുകയില്ലല്ലോ. വകാന മുഫീദൻ ലിമഅനൻ ഫീ വലി വകാന അർഫൻ ലാ ഇസ്മൻ വമൻ ജഅലഹു ഇസ്മൻ ലാ യജലു മുബ്തദൻ ഹഖീഖത്തൻ. ഫസ്ലിന്റെ ദമീർ വരുന്നിടത്തൊക്കെ ആ ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ومن جعل اسما لا يجعل مبتدا حقيقة لأنه لو كان كذلك لم ينتصب ما بعده بظن ظننت زيدا هو القائم എന്ന് പറയില്ല. ظننت زيدا زيدനെ ഞാൻ ഭാവിച്ചു ഹുവൽ ഖായിം അവൻ ഖായിമായിട്ട് ഭാവിച്ചു. ഹുവ എന്നുള്ളത് ഫസ്ലിന്റെ ദമീറാണ്, പക്ഷെ ഇസ്മല്ല. ഇസ്മിന്റെ ഇസ്മായിരുന്നെങ്കിൽ ഹുവൽ ഖായിം എന്ന് വെച്ചേനെ. ഇസ്മായിരുന്നെങ്കിൽ ഇവിടെ ഖബറായിട്ട് അൽ ഖായിമൂന്ന് വായിച്ചാനായിരുന്നു. അത് ഹർഫാണ്, ഒരു കഴിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അതിന് ഭയങ്കര രസമായി അയാൾ പറഞ്ഞു. കുന്ത അന്തൽ ഖായിമ, അന്തൽ ഖായിമ വായിക്കത്തില്ല. വയജഅലു ബഅദുൽ അറബി മുബ്തദ മാ ബഅദു ഖബറ. അങ്ങനെ ആവുമ്പോൾ പറയാൻസു മാ ബഅദു ഫി ബാബി കാന വ ബാബി അലിമ. ഇല്ല, കാന സയ്യിദുൻ ഹുവ ഖായിമുൻ, ഖായിമുൻ എന്ന് പറയത്തുള്ളൂ, ഖായിമൻ എന്ന് പറയത്തുള്ളൂ. തിരിഞ്ഞില്ല. അല്ലൂല അദ്ദാലാലത്തു അലാ അന്നൽ മദ്കൂറ ബഅദ ഖബറുൻ ലിമാ ഖബലഹ ലാ നഅതല്ലു വൽദാലിക സുമ്മിയ ഫസ്ലൻ എന്ന് വരും. ആ ഫസ്ലൻ മുസ്ലിം റഹ്മത്തുള്ളാഹി എന്നല്ലേ പറഞ്ഞു? ഫസ്ലൻ ദമീർ എന്നല്ലേ, ഫസ്ലൻ എന്നല്ലേ പറഞ്ഞു? ഫസ്ലൻ ദമീർ എന്ന് പറഞ്ഞില്ല. അതാണ് ഇവിടെ ചർച്ച ചെയ്തത്. ദമീർ പറയാത്തതിൽ അങ്ങനെ കുറെ ഇഷ്കാലുകൾ ഉണ്ടാകുമെന്ന് പറയുന്നതാണ്. തിരിഞ്ഞോ? ചിലപ്പം ചോദിച്ചുകൂടായില്ല, ചിലപ്പോൾ അങ്ങനെ കടന്നുകൊണ്ട് സ്ഥാനെങ്കിൽ അതെന്തായിരിക്കും അവിടെ ഫസ്ലെന്ന് മാത്രം ദമീർ ഫസ് എന്ന് പറഞ്ഞില്ലല്ലോ, അതെന്തായിരിക്കും? നിങ്ങളങ്ങനെ എവിടെയെങ്കിലും എടുക്കണമെന്ന് ചോദിക്കില്ല. ഉറക്കത്തിൽ ഇങ്ങനെ നടന്നോട്ട് ചോദിക്കുക. നമ്മൾ ശരിക്കും ഉറങ്ങിയാണ്. അപ്പൊ ആ മൊയ്താർ പറഞ്ഞ മറുപടി ശരിയായില്ലെന്ന് പറയും.
തെറ്റി പറഞ്ഞാൽ അത് തെറ്റാൻ പാടില്ല. അപ്പൊ ഇഖ്തിലാഫ് ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ പറയാനത്. വസാനിയത് തഅ്കീദുൻ നിസ്ബത്തി അർറാബിത്തത്തു ലിമാ ഫീ മിന ദലാലത്തി അലാ തഖ്വിയത്തി റബത്തി. മൂന്നാമത്തേതാണ് അസാനി കേട്ടാ. ഫകാനത്തുൽ ജുംലത്തു സാനിയത്തു മുഖററത്തൻ ലുലാ വഹും ഉഹും എന്നുള്ളത് ഫസ്ലുൻ ദമീറാണ്. ഫസ്ലാണ് യഫ്സലുൽ ഖബറ അനിസ്ബത്തി വയഖ്ദു നിസ്ബത യുഫീദു ഇഖ്തിസാസുൽ മുസ്നദി ബിൽ മുസ്നദി. അങ്ങനെ മൂന്ന് കാര്യം അങ്ങനെ പറഞ്ഞു. തിരിഞ്ഞാ വസാലിദത്തു വസാലിദത്തു ദലാലത്തു അലാ ഖസ്റുൽ മുസ്നദി ഇലൈഹി വതഖ്സീസി ബിഹി ബിശഹാത്തിൽ ഇസ്തിഅമാൽ ഫീ മിസ്ലി ഇന്നല്ലാഹ് പടച്ചതമ്പുരാനാണ് ഹുവർ റസ്സാഖു വകുന്ത അന്തർ റഖീബു അലൈഹിം എന്നെല്ലാം പറയും. അല്ലാ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവ മുബത്തദൂനല്ല, അല്ലെങ്കിൽ മുബത്തദയാണ്. വൽ മുഫ്ലിഹൂന ഖബറുഹുവാണ്. വൽ ജുംലത്തു മുബത്തദ ഖബറുൻ എന്നുള്ള ജുംല ഖബറു ഉലൈകയാണ് എന്ന് സയ്യിദുൻ ഹുവ ഖായിമുൻ. സയ്യിദുൻ ഹുവൽ ഖായിമു എന്ന് പറയുമ്പോൾ അവിടെ തഖ്സീസില്ല. അവിടെ തഖ്സീസ് അല്ലാതെ തന്നെ കിട്ടി. സയ്യിദുൻ എന്നുള്ള മഅരിഫ അൽ ഖായിമു ഖബർ. അപ്പം തഅരീബ് തറബൈനി ഫീദുൽ അസ്റാന്ന് വന്നു, ഇഖ്തിസാസ് വന്നു. അപ്പോൾ സയ്യിദുൻ ഹുവ ഖായിമുൻ എന്ന് പറയുമ്പോഴാണ് ഇഖ്തിസാസിന്റെ ഹക്കം. അവിടെ ഹുവയ്ക്ക് ചാൻസ് കൊടുക്കുകയും പോസ്റ്റ് കൊടുക്കുകയും അത് ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയും ചെയ്യുന്നു. ഖബർ മഅരിഫയാണെങ്കിൽ ആ പോസ്റ്റ് ചെയ്യാതിരിക്കലാണ് നല്ലത്. മനസ്സിലായില്ല? അല്ലാതെ തന്നെ എന്ത് ചെയ്തു. പിന്നെ എല്ലാം കഴിഞ്ഞു. വൽ മുഫ്ലിഹു എന്ന് പറയും. ബിൽ ഹാ കൊണ്ടും പറയും, വൽ ജീമു കൊണ്ടും പറയും. മാഷാ അല്ലാഹ്. ഫലജ അഫ്ലജ അഫ്ലഹ രണ്ട് പ്രയോഗവുമുണ്ട് ഖുർആനകത്ത്. മുഫ്ലിഹൂൻ എന്നാണേ പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം അൽ ഫായിസു ബിൽ മത്ലൂബ്, മത്ലൂബായ കാര്യം കൊണ്ട് വിജയിച്ചവൻ എന്നാണ്. കഅന്നഹുല്ലദീ ഇൻഫതഹത് ലഹു, അപ്പൊ അവൻ ഫലഹ അണ്ടാ അവന് തുറന്നതുപോലെയായി. വുജൂഹുൽ ളഫർ തർക്കീബ്, ഈ പറഞ്ഞ തർക്കീബ് മമാശാരിക്കുഹു ഇതിനോട് കൂറായി വരുന്നത് ഏതുപോലെ ഫാഉം ഐനും അല്ലേ. ഷാരിക്കുഹു ഫിൽ ഫാഇ വൽ ഐനി. ഇവിടെ ഫലഹ അല്ലേ. ഫാഉൽ ഫീല് ഫാ ആയിട്ടും ഐനുൽ ഫീല് ലാമായിട്ടും അങ്ങനെ വരുന്നതെല്ലാം തർക്കീബ് ഈ പറഞ്ഞ തർക്കീബും മമാശാരിക്കു ഇതിനോട് കൂറായി വരുന്നതും. ഏത് വിഷയത്തിൽ കൂറായി? ഐൻ ഫീലും ഫാവുൽ ഫീലും ഇങ്ങനെ വന്നു. ഫാവുൽ ഫീലായിട്ട് ലാമിൽ ഫീലായിട്ട് വന്നു. ഐൻ ഫീല് ഫാ ആയിട്ട് വന്നരാ, അല്ല ഫാവുൽ ഫീല് ഫാ ആയിട്ട് വന്നു, ലാമായിട്ട് വന്നു. അങ്ങനത്തെ ഏതു ഫലഖ ഫലദ ഫലാ എന്ന കുറെ പദങ്ങൾ യദുല്ലു അത് അറിയിക്കും അല ശക്കി വൽ ഫത്ഹ്, ഒരു കീറലും ഒരു ഫത്ഹും ഒരു തുറക്കലൊക്കെ അതിനെ അറിയിക്കും. ഏതാ അങ്ങനെ കൊള്ളാം. ഖല ഫല എന്ന് വെച്ചാൽ ഫറക്ക വിട്ടുപിരിക്കാതെ. വതഅരീഫുൽ മുഫ്ലിഹീന ഉലൈക ഹും മുഫ്ലിഹൂന എന്നല്ല പറഞ്ഞ. ഉലൈക അൽ മുഫ്ലിഹൂന എന്ന തഅരീഫ് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അല അന്നൽ മുത്തഖീന
നമ്മൾ നേരത്തെ പറഞ്ഞ മുത്തഖീന എന്നുള്ളത് ഏതാ? അൽ മുത്തഖീന അൽ ബിലാമ അതിന്റെ അൽ ബിലാമെന്ന് അറിയിക്കാനാണ്. ഹുമുന്നാസ് ഒരു ജനതയാണ്, അല്ലദീന അവരാകുന്നത് ബലഗക അന തങ്ങൾക്കെത്തി അന്നഹും അൽ മുഫ്ലിഹൂന ഫിൽ ആഖിറതി എന്നാണ് അതിന്റെ മാന. അൽ മുഫ്ലിഹൂന ഫിൽ ആഖിറതി എന്നതാണ്. എന്താ ذكر لتعريف المفلحين وجهين الاول يكون تعريف للعهد الخارجي اي بلغ المخاطبه ايها المخاطب بلغ പറഞ്ഞാൽ بلغ المخاطبه ان في العالم طائفه معلومه يقال لهم المتقون في الدنيا وطائفه اخرى يقال لهم المفلحون في الاخره എന്ന് എന്താ അവില്ലിശ വല്ലിശർന്ന് മുതരീബുൽ ലിദ്ദലാലത്തി അല്ലെങ്കിൽ ഇശാറത്ത് ഇലാ മാ യഅരിഫു കുല്ലു വാഹിദിൻ എല്ലാവരും അറിയുന്ന ഒന്ന്. എന്താ ഇതാണ് ല്ലേ ജിൻസിന്റെ തൈരീബാണ് രണ്ടാമത്തെ വജീബ്. അൽവജൂദാനെ തഖ്വൽ മുബലിന തൈരീബിൽ ജിൻസി അൽ മുസമ്മ ബി തൈരീബിൽ ഹഖീഖത്തിന് അല്ലേ എന്നറിയാം. കണ്ടാ പിന്നെ അപ്പൊ അതനുസരിച്ചുകൊണ്ട് അവൽ ഇശാറത്ത് ഇലാ മാ യഅരിഫു കുല്ലു വാഹിദിൻ മിൻ ഹഖീഖത്തിൽ മുബലിന വ ഖുസൂസിയാതിഹിം പിന്നെ തമ്പീഹ് ഇങ്ങാടുന്ന് ഉണരാണ്ട് എന്നാ മുഫ്ലിഹീങ്ങളുടെ ഹഖീഖത്തും അവരുടെ പ്രത്യേകതയും ആർക്കെല്ലാം അറിയുന്ന എല്ലാവരിലേക്കുമാണെന്ന് അതുകൊണ്ട് ഉദ്ദേശം. തഅമ്മൽ നീ ചിന്തിച്ചു നോക്കിയാണ് കേട്ടടാ പിള്ളേരെ. വൽവജഹു താനിൻ തഖ്വനാമ ഫിൽ മുഫ്ലിഹീന തൈരീബിൽ ജിൻസി അൽ മുസമ്മ ബി തൈരീബിൽ ഹഖീഖ ثم ان المشهور في مثله ان يراد بالمبتدئ مبتدئ مبتدا കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്തുൻ قصد حصر جنس الخبر به حقيقة لا يوجد ذلك الجنس في غير أصل نو زيد الأمير അത് മാത്രമാണ് അമീർ. അതേപോലെ ഉലൈക ഇക്കൂട്ടർ മാത്രമാണ് അൽ മുഫ്ലിഹൂന വിജയിച്ചവർ ഇവർ മാത്രമാണ്. മനസ്സിലായില്ല? വേറൊരു ഭാഗത്തിലേക്കും പോകുന്നില്ല എന്ന്. എപ്പോഴാണ് എങ്ങനെ പറയുന്നത്? ഇതന്നല്ല അമീർ എന്ന് പറയും. ഇതന്നെ സ്വരത്തിൽ ഇമാറത്ത് ഫിഹി അധികാരം അവനിൽ മുന്നസുറാകുമ്പോഴേ ഫലം യക്കും ഫിൽ വലതി അമീറും സിവാഹു പേരല്ലാത്ത അമീർ ആ നാട്ടിൽ ഇല്ലാതിരിക്കുകയും വേണം. ഔ ഖുസിദ അസ്റുഹു ഫി ഇദ്ദിആ നമ്മൾ പണ്ട് സക്കാക്കി മാമ ഇദ്ദിആ ചെയ്യുന്നത് പോലെ യക്കൂനൽ മുബത്തദോ ഈ മുബത്തദായ അക്മല അഫറാദി ദാലിക്കൽ ജിൻസി ബിഅദ് ലാ യുഅ്തദു ബിതഹഖഖിഹി ഫി ഗൈരി ദാലിക്കൽ ഫർദ്. ഈ ഫർദ് അല്ലാത്തത് വേറൊന്നുമില്ല. വേറെ ഒരുപാട് പേരുണ്ടെങ്കിൽ അതിനെയൊന്നും നമ്മൾ എണ്ണത്തിൽപ്പെടുത്തില്ല. അതാ സയ്യിദുൻ അശ്ശുജാഉ എന്ന് പറയും. എപ്പോഴിതാക്കാന സയ്യിദുൻ കാമിലൻ ഫി ശജാഅത്തി ബിഅദ് സാറക അന്നഹു ലൈസ ഫിദ്ദുനിയ ശുജാഉൻ ഗൈറുഹു എന്ന് തിരിഞ്ഞാ. തഅമ്മൽ കൈഫ നബ്ബഹ എങ്ങനെയാണ് അല്ലാഹു ഉണർത്തിയത്? കൈഫ നബ്ബഹ കൈഫയിൽ ഇസ്തിഫാമിന്റെ മാനയെ തജ്ദീദ് ചെയ്യണമെന്ന അപ്പൊ ഈ കൈഫിയത്തി തംബീഹില്ലായി അർത്ഥം വരുന്ന
എങ്ങനെയാണ് അള്ളാഹു ഉണർത്തിയെന്ന് ചിന്തിച്ചാണ്. അലഖ്തിസാസിൽ മുത്തഖീന, മുത്തഖീങ്ങളെ പ്രത്യേകമാക്കിയതിന്റെ മേൽ ബിനൈലിമ, ഒന്നിനെത്തിക്കൽ കൊണ്ട്. എങ്ങനത്തെ ഒന്നാണ്? ലായനാലു, അതിനെത്തിക്കുകയില്ല. അഹദുൻ ഒരാളും എത്തിക്കുകയില്ല. എങ്ങനെയാണ് അല്ലാഹു തആല പ്രത്യേകമാക്കിയത്? മിൻ വുജൂഹിൻ ശത്താ, കണ്ടാ, വിഭിന്നമായ പല വിധേനയാണ് അല്ലാഹു തആല ഉണർത്തി തന്നതെന്ന്. നബ്ബഹ തംബീഹുൻ മിൻ വുജൂഹിൻ ശത്താ എന്നതിന്റെ അർത്ഥം കേട്ടാ. തംബീഹിലേക്ക് തലക്ക് അല്ല, കൈഫ നബ്ബാന്ന്, അങ്ങനെ കൈഫ നബ്ബ, ആ നബ്ബയിലേക്ക് മിൻ വുജൂഹിൻ ശത്താ, വിഭിന്നമായ. ശത്തീത്തിന്റെ ശത്ത, മരീദ് വർദ്ധ പോലെ. പിന്നെ ബിനാഉൽ കലാമി, കലാമിനെ എടുത്തു ഒന്നാമത്തെ പറയട്ടെ. ബിനാഉൽ കലാമി കേട്ടാ, അല്ലെങ്കിൽ മിൻ വുജൂഹിൻ ശത്ത എന്ന് ബദലായിക്കൊണ്ട് വായിക്കാം. ബിനാഇൽ കലാമി, മിൻ വുജൂഹിനെ ബദലായിക്കൊണ്ട്, അല്ലെങ്കിൽ കളയോട്ടപ്പോൾ തന്നെ ഖബറാക്കുക. ബിനാഉൽ കലാമി, കലാമിനെ എടുത്തു. അലസ്മിൽ ഇഷാറ, ഇഷാറത്തിന്റെ മേലെടുത്തു. ഇല്ലേ, ഉലായിക്ക എന്നുള്ള ഇഷാറത്തിന്റെ പിടയ്ക്കാനാൻ പറ്റാൻ നബായസൊക്കെ ആവശ്യം വരും നമുക്ക്. അതെന്തിനാ? ലിത്തഇലീനി, ഇല്ലത്താക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്മിഷാറത്തിന്റെ മേൽ അവർ കലാമിനെ എടുത്തുകൊണ്ടുവരുന്നത് ഈ മൻസിലത്തി ആദത്തിൽ മൗസൂഫ് മിന്നൈദു മൗസൂഫൻ തർത്തീബിൽ ഹുക്മി അലൽ വസ്ഫിൽ മുഫീദിൽ ഇല്ലത്തി. അല്ലാ പിന്നെ ലിത്തഇലീനി എന്തോരൂടെ മഅൽ ഈജാദ്, മഅൽ മൂജദായ കലാമിനെ കൊണ്ടുവരലോടുകൂടെ. ഇപ്പൊ തക്രീരിഹി, വേറൊന്ന് തക്രീറുഹുന്ന് വായിക്കാം, അതിനെ ആവർത്തിച്ചു കൊടുത്തു. അതേ പ്രകാരം തൈരീബുൽ ഖബർ, ഖബറിനെ തൈരീബാക്കി. തൗസീത്തുൽ ഫസ്ൽ, ഫസ്ലിന്റെ തമ്മിനെ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൊണ്ടുവന്നത്? നബ്ബഹ, ഇങ്ങനെയൊക്കെ ഉണർത്തി. ഈ വചകനാൽ അല്ലാഹു തആല ഉണർത്തി. എന്തിനു വേണ്ടി? ലീലാനൊക്കെ നബ്ബയിലേക്ക് പോട്ടെ. നബ്ബകയും അതിന് ശേഷം പറഞ്ഞ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ലീലുഹാരി ഖദ്രിയും വത്തർഗീബി ഫീമ ഇഖ്തിഫാഇ അസരിഹിം, ലീലുഹാരി ഖദ്രിയും അവരുടെ ഖദറിനെ വെളിവാക്കാൻ വേണ്ടിയിട്ടും, വത്തർഗീബി ആഗ്രഹിപ്പിക്കാൻ വേണ്ടിയിട്ടും, ഇഖ്തിഫാഇ അസരിഹിം അവരുടെ പിന്നാലെ തുടരണമെന്നതിന്റെ മേൽ തുടരണമെന്നതിൽ ആഗ്രഹിക്കാൻ വേണ്ടിയിട്ടും. ഈ ആയത്ത് കൊണ്ട് മുറുകെ പിടിച്ചാണ് ചില മനുഷ്യന്മാര്. അൽ വഈദിയ്യത്തു, വഈദിയ്യത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അക്കൂട്ടർ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? ഈ ആയത്ത് കൊണ്ട് മുറുകെ പിടിച്ചാണ്. ഈ ഖുലൂദിൽ ഫുസാഖ്, ഫാസിഖീങ്ങൾക്ക് ഖാലിദാണ് നരകത്തിലെന്ന്. എവിടെ? മിന്നദാബി. പക്ഷേ ഉലായിക്കോമുല, ഇവര് മാത്രമേ വിജയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പരാജയം തന്നെ. എന്റെ അർത്ഥം മനസ്സിലായില്ല. ഇവരുടെ കമാലിയത്തിനെ അറിയിക്കാൻ വേണ്ടി കൊടുത്തതാണ്. പിന്നെന്തല്ല അന്നൽ മുറാദ ബിൽ മുഫ്ലിഹീന അൽ കാമിലൂന ഫിൽ ഫലാഹി എന്നേ ഉള്ളൂ. വയൽസമു, അതിന് ലാസിമാവുന്നത് അദ്മു കമാൽ ഫലാഹി ലിമൻ ലൈസ അലാ സിഫത്തിഹിം, ഈ വിശേഷണമല്ലാത്തവരുടെ ഫലാഹ് ഇല്ലെന്ന് വരും. എന്നോട് നരകത്തിന്റെ അവകാശികളാണെന്ന് വരുവോ? ഇല്ല. കണ്ടാ, അപ്പൊ ഖസ്റുൻ ഹഖീഖിയല്ല നിലാഫിയാണെന്നെ വേന. ഏത് വിഷയത്തിലാണ് അവര് അതിന്റെ വെച്ചിരിക്കുന്നത് എന്ന് കണ്ടാ, കാമിലിന്റെ വിഷയത്തിലാണ്. അപ്പൊ മറ്റുള്ളവർക്ക് ഇവരല്ലാത്തവർ കമാലിയത്ത് ഇല്ല എന്ന് വരികയുള്ളൂ, ഫലാഹിയത്തില്ല എന്ന് വരികയില്ല. ഭാരത് എന്താണ് വയൽസമു? ഇതിനാൽ ലാസിമാകുന്ന എന്താണ്? അദ്മു കമാലിൽ ഫലാഹ്, ഫലാഹ് ഇല്ലെന്നല്ല, ഫലാഹിന്റെ കമാലിയത്ത് ഇല്ല. ആർക്ക്? ലിമൻ, ചിലർക്ക്, ലൈസ അവരല്ല, ലാസിബത്തി ഒരു ശേഷണത്തിന്റെ മേലല്ല. പിന്നെ എന്തല്ല? ലഅദ്മുൽ ഫലാഹി ലഹു റഇസൻ, തീരെ തന്നെ അവർക്ക് ഫലാഹ് ഇല്ല എന്നൊന്നും അതിന് മാനയില്ല. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം
അവസാനം